താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരൻ മരണപ്പെട്ട സംഭവത്തിൽ വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇൻസ്റ്റഗ്രാം ചാറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾ തമ്മിൽ സംസാരിക്കുന്നതിന്റെ അവരുടെ ഒരു പ്ലാനിംഗ് ആണ് നമ്മൾ ശബ്ദ സന്ദേശത്തിൽ കൂടി കേട്ടത്. ഇത് കരുതിക്കൂട്ടി ചെയ്ത ഒരു കാര്യം തന്നെയാണ് എന്നത് ആ ഇൻസ്റ്റഗ്രാം ചാറ്റുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഷഹബാസിനെ കൊല്ലുമെന്നടക്കമായി ഇൻസ്റ്റഗ്രാം ചാറ്റിൽ പറയുന്നുണ്ട്. അവന്റെ കണ്ണിരിക്കുന്നത് കണ്ടോ എന്നൊക്കെ കുട്ടികൾ വളരെ ലാഘവത്തോടെ ചോദിക്കുന്നുണ്ട്. അവന് ഷഹബാസിന്റെ കാര്യത്തിൽ തീരുമാനമായി എന്നതടക്കമുള്ള കാര്യങ്ങൾ കുട്ടികൾ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ചു പോകും എങ്ങനെ ഈ കുട്ടികൾക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നുള്ളത്. കാരണം വളരെ നിസ്സാരമായ ഒരു കാരണത്തിന്റെ പുറത്താണ് ഈ സംഘർഷങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. അതിനാണ് ഇത്രയേറെ പ്ലാനുകൾ കുട്ടികൾ ചെയ്യുന്നത്. വളരെ തീവ്രമായിട്ട് കുട്ടികൾ ചിന്തിക്കുന്നു. ഒരാളെ വകവരുത്താൻ മാത്രമുള്ള കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് മുഖത്ത് വിരൽ വെച്ച് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത്രയേറെ കുട്ടികൾ എങ്ങനെയാണ് അധപ്പതിക്കുന്നത്? കുട്ടികൾക്ക് ഇത്തരത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ, പ്ലാൻ ചെയ്യാൻ എന്താണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? എന്താണ് അവരിങ്ങനെ ചിന്തിക്കുവാനുള്ള ഒരു കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എവിടെയാണ് പാളിച്ച പറ്റുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം വെറും 15-16 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ് ഇത്തരത്തിലൊരു ഗ്യാങ്ങായി സംഘടിക്കുന്നതും അവർ പ്ലാൻ ചെയ്യുന്നതും. അങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടെ ഈ പറഞ്ഞ മുഹമ്മദ് ഷഹബാസിനെ വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം കേസ് ഉണ്ടാകില്ല, കാരണം അവനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു. നമുക്ക് നേരെ കേസ് ഉണ്ടാകില്ല, അവന് തല്ല് കൊടുക്കണം, അല്ലെങ്കിൽ അവനെ എടുക്കാം, ഇങ്ങനെയുള്ള തരത്തിലാണ് കുട്ടികൾ സംസാരിക്കുന്നത് വളരെ ലാഘവത്തോടെ. നമുക്ക് ഷഹീദിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ഷഹീദ്, ആ ചാറ്റുകൾ കേൾക്കുമ്പോൾ വളരെയേറെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. കാരണം 10ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന കുട്ടികളാണ് ഇത്തരത്തിലുള്ള തീവ്രമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. കാരണം സ്വാഭാവികമായും കുട്ടികൾക്ക് ഒരു 15-16 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഭയമാണ് ഇത്തരത്തിലുള്ള ഒരു പോലീസ് എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ കൊലപാതകം എന്നൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. അപ്പോൾ എവിടെയാണ് ഈ കുട്ടികൾക്ക് ഈ ഒരു ബെല്ലും ബ്രേക്കും നഷ്ടപ്പെടുന്നത്? ഇത്രമാത്രം തീവ്രതയോടുകൂടി ചിന്തിക്കുവാൻ, സഹപാഠിയായ ഒരുവനെ കൊല്ലാൻ അല്ലെങ്കിൽ അവനെ ആക്രമിക്കുവാൻ ഇത്ര ലാഘവത്തോടെ പ്ലാൻ ചെയ്യാൻ കുട്ടികൾക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? ജയലക്ഷ്മി, നമ്മുടെ ഈ സംഭവമുണ്ടായ താമരശ്ശേരി, എളേറ്റിൽ വട്ടോളി, കൊടുവള്ളി, പൂനൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ, ആ പ്രദേശങ്ങളിലെ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ നിരന്തരമായി ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കുട്ടികൾ സംഘം ചേർന്ന് കൂട്ടത്തല്ലുകൾ നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നിസ്സാരമായ കാരണങ്ങൾ, ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടത് മറ്റു ഗ്രൂപ്പിന് ഇഷ്ടപ്പെട്ടില്ല, മറ്റു സ്കൂളിൽ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളാണ് കുട്ടികൾ വളരെ വൈരാഗ്യത്തോടു കൂടി പെരുമാറാൻ വേണ്ടി കുട്ടികൾ അതിനുവേണ്ടി സംഘടിക്കുന്നു. അതിനൊക്കെ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളും വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ തന്നെയാണ്. അങ്ങനെ സംഘടിച്ച് നിസ്സാരമായ കാരണത്തിന് വേണ്ടി അവർ ഒരുമിച്ച് ചേർന്ന്, സംഘം ചേർന്ന് പോർവിളികൾ നടത്തി. പ്രത്യേകിച്ചും ഈ കലോത്സവ വേദികൾ അതിന് വേദിയാകാറുണ്ട്. ഈ സ്കൂളിലെ വാർഷിക പരിപാടികൾ, അതേപോലെ ഇത്തരം യാത്രയപ്പ് പരിപാടികളൊക്കെ അതിനുവേണ്ടി കുട്ടികൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇത് കുറച്ച് വർഷങ്ങളായി ഈ മേഖലയിൽ ഇങ്ങനെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ ഈ രീതിയിൽ സംഘം ചേർന്നുള്ള ആക്രമണങ്ങളും ഈ തല്ലും ഒക്കെ നടക്കുന്നുണ്ട്. ഇത് വലിയ ആഘോഷമാക്കുകയും ചെയ്യും വിദ്യാർത്ഥികൾ എന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ വീഡിയോയും ചിത്രങ്ങളൊക്കെ എടുത്ത് വീരവാദം മുഴക്കുവാനും ഇത് ഇപ്പോൾ നമ്മൾക്ക് കുട്ടികൾക്കിടയിൽ കാണാൻ പറ്റുന്ന ഒരു പ്രവണത തെറി വിളിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണ സംഭവങ്ങളിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളത് അവർക്ക് വലിയ എന്തോ കാര്യം ചെയ്ത മാതിരിയുള്ള ഒരു തോന്നലാണ് ഉണ്ടാക്കുക. നമ്മൾ പൊതുസ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ പോകുമ്പോഴാണെങ്കിലും സ്കൂൾ കുട്ടികൾ നടന്നു പോകുമ്പോഴൊക്കെ അവരുടെ സംസാരം കേൾക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്നതാണ്. കാരണം കുട്ടികളൊക്കെ എന്തുമാത്രം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. തെറിവാക്കുകൾ പറയുക, അതിലൊരു ഊക്കം കൊള്ളുക, ഇത്തരത്തിൽ അക്രമ സംഭവങ്ങളിലൊക്കെ ചെന്ന് പെട്ടില്ലെങ്കിലാണ് ആണല്ല എന്ന് പറയില്ല. ഇത്തരത്തിലൊക്കെ കുട്ടികൾക്കിടയിൽ സംസാരം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ അക്രമ സംഭവങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് അവർ എന്തോ ആയി എന്നൊരു തോന്നൽ കുട്ടികളിൽ ഉണ്ടാകുന്നത്. അതും ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളിലേക്ക് അവരെ ആകർഷിക്കുന്നില്ലേ ഷഹീദ്? തീർച്ചയായും ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണെന്ന് സംബന്ധിച്ചൊക്കെ കൃത്യമായ ശാസ്ത്രീയമായ പഠനങ്ങളൊക്കെ കൃത്യമായി നടക്കേണ്ടതുണ്ട്. പ്രാഥമികമായും സ്കൂളിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇത്തരം സംഭവങ്ങൾ വിദ്യാർത്ഥികൾ വർഷങ്ങളോളമായി ഇത്തരം സംഭവങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് ഇത്തരം വൈരം, ഇതൊരു പാരമ്പര്യ വൈരം എന്നൊക്കെ പറയുന്നത് പോലെ 5-10 വർഷങ്ങളോളം തുടർച്ചയായി സ്കൂളുകൾ തമ്മിലുള്ള വിദ്യാർത്ഥികൾ തമ്മിൽ പുതിയ ബാച്ച് വരുമ്പോൾ പോലും മറ്റ് സ്കൂളുകളുമായി ഇത്തരം ഒരു വൈരം നിലനിർത്തുന്ന സാഹചര്യമുണ്ട്. ഇതിനെ എങ്ങനെ തടയാൻ സ്കൂൾ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതൊരു ചോദ്യമുണ്ട്. സ്കൂളിൽ അധ്യാപകരൊക്കെ അവർക്ക് ആവോവിധമൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ശാസ്ത്രീയമായി ഇത് തടയാൻ അവർക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ ചോദ്യമാണ്. മറ്റൊന്ന് ഈ സമൂഹ മാധ്യമങ്ങളിലെ സ്വാധീനം എന്നുള്ളത് തന്നെയാണ്. ഇത്തരം വീഡിയോയും ഇത്തരം സംഭവങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങൾ വഴി
ഇവർക്ക് ലഭിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ ആ ഓഡിയോയിൽ കേൾക്കുന്നത് പോലെ തന്നെ ഈ കൂട്ടത്തല്ലിൽ സംഭവിച്ചാൽ ആരും മരിച്ചാൽ പോലും പ്രശ്നമില്ല എന്ന് തുടങ്ങിയ ചില വാദങ്ങളൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ കുറച്ചുകൂടെ അവഗാഹവും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒക്കെ മനസ്സിലാക്കിയൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിലൊക്കെ തങ്ങൾക്ക് ഇളവ് ലഭിക്കുന്നൊക്കെ തെറ്റിദ്ധാരണ ഈ കുട്ടികൾക്ക് എവിടെ നിന്നോ ലഭിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനമുണ്ട്. ഒരുപക്ഷെ സിനിമകളുടെ പുതിയ ചർച്ചകൾ കൂടുതലായി നടക്കുന്നുണ്ട്. സിനിമകളുടെ സ്വാധീനം കുട്ടികൾക്കുണ്ട്. ഒപ്പം തന്നെയാണ് ഈ ലഹരിയുടെ സ്വാധീനമുണ്ടോ എന്നുള്ള കാര്യത്തിലും കൃത്യമായ പരിശോധനകളും അന്വേഷണങ്ങളും ഒക്കെ നടക്കേണ്ടതുണ്ട്. ഈ കുട്ടികളിങ്ങനെ വൈകാരികമായും പെട്ടെന്ന് ക്ഷോഭിക്കുകയും ഒരാൾക്കെതിരെ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് തന്നെ ഒരാളെ അപായപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ആക്രമണത്തൊക്കെ ചെയ്യുന്നതിന് പിന്നിൽ കുട്ടികളെ പ്രേരിപ്പിക്കുന്നത്, അതിന് കുട്ടികൾക്ക് ധൈര്യം നൽകുന്നത് ലഹരിയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. സ്വാഭാവികമായും അത്തരം ഒരു അന്വേഷണവും പരിശോധനവും ഒക്കെ ഇതിന്റെ ഭാഗമായി നടക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, കുട്ടികൾ മുതിർന്നവർ പോലും ചെയ്യാൻ മടിക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള സംഘർഷത്തിൽ ഏർപ്പെടുന്നു, അക്രമത്തിൽ ഏർപ്പെടുന്നു. കുട്ടിയെ കൊലപ്പെടുത്തിയാൽ പോലും കുഴപ്പമില്ല. ഒരുപക്ഷെ ഈ മർദ്ദനത്തിൽ, ഈ ഓഡിയോ സന്ദേശം ഈ മർദ്ദനത്തിന് ശേഷമുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ മർദ്ദനം നടന്നതിന് ശേഷമെങ്കിൽ പോലും കുട്ടികൾക്ക് അങ്ങനെ ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ അതിലൊരു ആശങ്കയോ അസ്വസ്ഥതയോ കുട്ടികൾക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് മർദ്ദനം ഏറ്റത് നിങ്ങൾ കണ്ടില്ലേ, കുട്ടിയുടെ ആ കണ്ണ് തകർന്നത് കണ്ടില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ച ശേഷമാണ് അവനെ ഞാൻ കൊല്ലും, ഇനിയും ആക്രമിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു സംഭാഷണം നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ കുട്ടികളെ ഈ പ്രേരിപ്പിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല സ്വാധീന ഘടകങ്ങളുണ്ട്. ഇതിനെ അവിടുത്തെ സാമൂഹ്യ സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ഇതിൽ നിന്നും ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല. കാരണം കുട്ടികളെ ഈ രീതിയിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ആദ്യത്തെ സംഭവമല്ല. ഈ മരണം ഇപ്പോൾ ഇവിടെ നടന്നു എന്നതിൽ മാറ്റിവെച്ചാൽ ഗുരുതരമായ പരിക്കേൽക്കുന്ന രീതിയിലൊക്കെ കുട്ടികൾക്ക് നിരന്തരമായി ഈ മേഖലയിൽ തന്നെ കുട്ടികൾക്ക് നേരെ അക്രമവും സംഘർഷവും പരിക്കേൽക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും അവിടെയുള്ള മറ്റ് വിദ്യാഭ്യാസ പ്രവർത്തകരും അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ, രക്ഷിതാക്കൾ, സാമൂഹ്യ സംഘടനകൾ, രാഷ്ട്രീയ പ്രവർത്തകർ, ഇവർക്കൊന്നും, പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് മതസംഘടനകൾക്കൊക്കെ വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. അവർക്കൊന്നും ഇതിനെ ധാർമ്മികമായ കുട്ടികളെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയൊരു പരാജയം തന്നെയാണ്. അതിന്റെ ഒരു ഏറ്റവും ദുരന്ത ഫലമാണ് ഇപ്പോൾ ഷഹബാസിന്റെ മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഷഹീദ് പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടികൾക്കിടയിൽ ഇത്തരത്തിൽ ആക്രമണത്തിന് ശേഷമാണ് അവർ ഈ ഒരു ചാറ്റ് നടത്തുന്നത്. അപ്പോൾ പോലും കുറ്റബോധത്തിന്റെ ലെവലേശം അവരിൽ ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം ആ ആക്രമണത്തിന് ശേഷമാണ് അവർ അതിനെപ്പറ്റി ചർച്ച ചെയ്തത്. ഷഹബാസിന്റെ മുഖം കണ്ടോ, അല്ലെങ്കിൽ അവന് അത് കൊടുത്തിരുന്നു എന്നൊക്കെ വളരെ സന്തോഷത്തോടെ, അല്ലെങ്കിൽ എന്തോ വലിയ കാര്യം ചെയ്തതുപോലെയാണ് ഈ കുട്ടികൾ പരസ്പരം സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഷഹീദ് പറഞ്ഞതുപോലെ തന്നെ സിനിമകളുടെ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളുടെ ഒക്കെ സ്വാധീനം കുട്ടികൾക്കിടയിൽ ധാരാളമുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. കാരണം ഈ 10ാം ക്ലാസ്സുകാരൻ മരിച്ചാൽ പോലും തങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് കുട്ടികൾ എത്തിയിരിക്കുന്നു. സ്വാഭാവികമായ ഒരു തല്ലുണ്ടാകുമ്പോൾ കുട്ടികൾക്ക് ഭയമാണ് ഉണ്ടാകേണ്ടത്. ഇനി രക്ഷിതാക്കൾ അറിയുമോ, പോലീസ് വരുമോ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കുമോ, ഇനി നിങ്ങളുടെ ഭാവി എന്താണ്, ഇതൊക്കെയാണ് സ്വാഭാവികമായും ഒരു 10ാം ക്ലാസ്സുകാരന്റെ മനസ്സിൽ വരേണ്ടത്. പക്ഷേ അതിന് വിപരീതമായിട്ടാണ് ഈ കുട്ടികൾ ഇത്രമാത്രം ലാഘവത്തോടെ ഒരു ആക്രമണത്തിന് ശേഷം ഇരുന്ന് അതിനെപ്പറ്റി അവലോകനം ചെയ്ത് സംസാരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആത്യന്തികമായി ചിന്തിക്കേണ്ടത്. സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, തുടർച്ചയായി ഇനിയും ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം ഓരോ ദിവസവും അത്തരം വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന്, അധ്യാപകരുടെ ഭാഗത്ത് നിന്ന്, സാമൂഹിക സാംസ്കാരിക നേതാക്കളിൽ നിന്നൊക്കെ കൃത്യമായ ഒരു കൂട്ടായ്മ ഇക്കാര്യത്തിൽ ഉണ്ടാകണം. കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പഠിക്കേണ്ടതുണ്ട്. അതിന് പിന്നാലെ മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ, എവിടെയാണത് ഇടേണ്ടത് എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ.